ഇവനിത് എവിടെ പോയി? എന്താ സംഭവം? എന്തായി? ഒന്നും ആയില്ല. തനിക്കൊരു മുടിഞ്ഞ പകവല് കളയണോ അത്? നീ ഇത് എവിടെ ആയിരുന്നടാ? ചേച്ചി ബോംബെ ചെല്ലേ. ഇനിയെല്ലാം സോൾവ് ആകും. എന്താ ഇത്? എനിക്കൊന്നും അറിയില്ല സർ. കഴിഞ്ഞ ആഴ്ച ഇവളെ ഞാൻ വേശ്യാവൃത്തിക്ക് റെയ്ഡ് ചെയ്താ. ഷീസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ കള്ളു വാങ്ങിക്കൊടുത്തും പെണ്ണു കൂട്ടിക്കൊടുത്തും കിട്ടുന്ന പണി നമുക്ക് വേണ്ട സാർ. എടോ, ഞാൻ അറിഞ്ഞു ഇതൊക്കെയാണ് ഏർപ്പാടെന്ന്. മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് കൂട്ടിവെക്കാൻ എന്നെ കിട്ടില്ല. റാസ്കൽസിന് വേണ്ടി ശുപാർശ പറയരുത്. അവന്മാർ ശിക്ഷിക്കാതൊക്കില്ല. ശിക്ഷിച്ചാൽ അവർ കോടതിയിൽ പോകും. പലതും വിളിച്ചു പറയും. ആരൊക്കെയാണ് അവരയച്ചതെന്നും ആരൊക്കെയാണ് പ്രതികളെന്നും തെളിയും. ഈ രാഷ്ട്രീയ കലഹത്തിൽ വീഴുന്നത് മന്ത്രിസഭയാണെങ്കിൽ ശിക്ഷ നമുക്കിട്ടായിരിക്കും. എന്ത് ശിക്ഷ? അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി ജയിക്കുമെന്ന് എന്താണ് ഒരു ഉറപ്പ്? ഇനി അഥവാ ജയിച്ചാൽ മന്ത്രിയാകുമെന്ന് തീർച്ചയാണോ? ഭരണം പോയാലും എനിക്കൊരു തൊഴിലറിയാവുന്നതുകൊണ്ട് ഞാൻ ജീവിക്കും. ബാക്കി അണികൾ തെണ്ടും. ജീവിക്കാൻ അവന്മാർക്ക് വേറെന്താണ് ഒരു വഴി? അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചിലപ്പം പറയുന്നേ? അവരെ തിരിച്ചെടുക്കണം. അങ്ങനെ തിരിച്ചെടുത്ത ഡിപ്പാർട്ട്മെന്റ് തന്നെ. ചെല്ലപ്പം പറയുന്നത് പോളിറ്റിക്സാ. കറക്റ്റ്. തന്റെ ഡിപ്പാർട്ട്മെന്റ് കാര്യമല്ല. എന്നാലും സാർ, അവന്മാർക്ക് കീഴടങ്ങുന്നത് ശരിയല്ല. ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്താലോ? വല്ല കാസർഗോട്ടോ വയനാട്ടോ പോയി തൊലയട്ടെ. കറക്റ്റ്. തൊലയ്ക്കാനാണെങ്കിൽ അവന്മാരെ അയക്കേണ്ടത് നമ്മുടെ സ്പെഷ്യൽ സ്കോർ ട്രെയിനിങ് ക്യാമ്പിലേക്കാണ്. 5-6 മാസം ആ ക്യാമ്പിൽ കിടന്നാൽ ഏവനും പട്ടിക്കും. കറക്റ്റ്. ആ This gentleman is a remote control. See? And with this, you can explore anything from any distance. See? Mr. Guru, keep it. മുഹമ്മദേ, ഐജിയെ വിളിക്കൂ. യെസ്. താൻ എന്ത് ഐജിയാണോ? ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ശത്രുക്കളുണ്ട്, അവർ ചാരന്മാരെ അയക്കുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ. ഇതാ ഇപ്പോ എന്റെ മകളെ താനെങ്കിലും സമാധാനം പറയേണ്ടി വരും. സാർ, കഴിവിന്റെ പരമാവധി ഞങ്ങൾ അറിയിക്കാം. ഈ ജാതി ശപ്പന്മാരൊക്കെ സേവിക്കേണ്ടി വരുന്നതാ നമ്മുടെയൊക്കെ ശാപം. എന്താ സർ? ലെറ്റ് ഇറ്റ് ബി. യു മേ ഗോ ആൻഡ് ആക്ട് അക്കോർഡിംഗ് ടു അവർ പ്ലാൻ. സർ. എന്താടോ, വല്ല വിവരവും കിട്ടിയോ? ഇല്ല സാർ. കുരുവിളയുടെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്താണ് അന്വേഷണം. തീവ്രവാദികളാകാനാണ് സാധ്യത. അയ്യോ, തീവ്രവാദികളാണ്. ശവമെങ്കിലും കാണിക്കുമായിരിക്കും അല്ലേ? തട്ടിക്കൊണ്ടുപോയി പേപ്പർ 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 ചൂടുള്ള വാർത്ത. മന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയി. മന്ത്രിയുടെ മകളെ തട്ടി മാറുകയും തീവ്രവാദികളാണെന്ന് സംശയം. പേപ്പർ പേപ്പർ. Don't ask me who I am, man.
ടെൽ മീ, ഈസ് ഷീ വിത്ത് യു? സാർ, മകൾ മോളെ 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 നീ എവിടെയാണ്? എനിക്കറിയില്ല. ഇവരാരാണെന്ന് എനിക്കറിയില്ല അച്ഛാ. Come on, tell him our demand. ഹലോ മോളെ, എന്താ അവർക്ക് വേണ്ടത്? ഇവരുടെ സംഘത്തിൽപ്പെട്ട് 4 പേര് ജയിലിലുണ്ട്. അവരെ ഉടനെ വിട്ടയച്ചില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന്. മോളെ ഹലോ, ബാർഗൈനിങ് ഒന്നും വേണ്ട. ക്യാബിനറ്റ് മീറ്റിംഗോ? അതൊക്കെ നിങ്ങളുടെ കാര്യം. റിലീസ് ദം വിത്തിൻ 8 hours. ഓക്കെ? ഹലോ ഹലോ, അവരുടെ ഗ്യാങ്ങിലുള്ള 4 പേരെയും ഉടനെ വിട്ടയച്ചില്ലെങ്കിൽ എന്റെ മോളെ കൊന്നുകളയുമെന്ന്. കൊലക്കുറ്റത്തിനും ബാങ്ക് റോബറിക്കും ജയിലിൽ കിടക്കുന്നവരെയാണ് വിട്ടുകൊടുക്കാൻ പറയുന്നത്. അവരെ എങ്ങനെ സാറ് CM ഒന്ന് ആലോചിച്ച്? എങ്കിൽ വിളിക്കണേ അയാളെ. എനിക്ക് എന്റെ മോളെ വിട്ടുകിട്ടണം. അതിനുവേണ്ടി കൊലയാളിയെയോ കൊള്ളക്കാരനെയോ ആരെ വിട്ടുകൊടുത്താലും ശരി, വിളിക്കണേ. വണ്ടി വരുന്നുണ്ട്. അവിടെ നിൽക്കുന്നവരൊന്ന് മാറിയേക്കും. ആ വഴി ഒഴിച്ചോളൂ. കാറ് കടന്നു പോട്ടെ. എല്ലാവരും Excuse me, sir. Please, sir. Excuse me, madam. Actually, what happened? Tell me, please. എന്താണ് സംഭവം? കൊലയിലേക്ക് പോകുന്ന വഴിയാണോ? Excuse me, madam. ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഇതിൽ പങ്കെടുക്കുന്ന സംശയം. എല്ലാവരും കൂടി ഇറക്കണ്ട. വഴിന്ന് മാറേ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കൂടി എന്റെ മോളെ കൊണ്ടുപോയിക്കാലേ. മന്ത്രിക്ക് മകളെ തിരിച്ചു കിട്ടിയല്ലോ. പകരം വിട്ടുകൊടുത്ത 4 കൊലയാളികളെയും ഈ കിഡ്നാപ്പിൽ പങ്കെടുത്ത എല്ലാ ക്രിമിനൽസിനെയും എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കണം. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വിട്ടവരെ പിന്നെയും അറസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ സാർ? വാട്ട് യു മീൻ? ശരിയും തെറ്റും നോക്കേണ്ട സമയമാണോ ഇത്? ദേ ആർ വാണ്ടഡ് ക്രിമിനൽസ്. അല്ല, ഹോം മിനിസ്റ്റർ തന്നെയാണല്ലോ വെറുതെ വിട്ടത്. അത് നമ്മുടെ സെറ്റപ്പിന്റെ ഗതികേടായി പോയെന്ന് വെച്ച് അക്രമികളെ വെറുതെ വിടാൻ ഡിപ്പാർട്ട്മെന്റിന് കഴിയില്ല. ഇറ്റ് ഇസ് എ ഷെയിം ടു us. Do what I say. Yes, sir. Use our special squad for this operation. ഓടി രക്ഷപ്പെട്ടോ? അവന്മാരെ പിടിക്കണ്ടേ? നിൽക്കൂ, ആരും പോകരുത്. ശ്രീധരൻ വീട് കിടക്കുന്ന കണ്ടോണ്ട് എങ്ങോട്ടാണ് നിങ്ങളൊക്കെ പോകുന്നത്? ഒന്ന് എഴുന്നേറ്റ് വാടോ. മിസ്റ്റർ ജോൺ, ഒരു മനുഷ്യ ജീവനാണ് ഇവിടെ കിടന്ന് പടയുന്നത്. നിങ്ങൾ വേണേ പോയിക്കോ. എനിക്ക് ശ്രീധരനെ ശുശ്രൂഷിക്കണം. ശ്രീധര, ശ്രീധര, ശ്രീധര. നോൺസെൻസ്. ഇനി അവന്മാരുടെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. അവന്മാരെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ വന്ന് പിടിക്കാലോ. ശ്രീധര, ശ്രീധര. എന്നാ നാളെ കാണാം. സാർ, പദവി നോക്കാതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സാറിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നുന്നു. തന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപാണ് തോന്നുന്നത്. ഒരു മിനിസ്റ്ററുടെ മോളെ കേവലം ഒരു സബ് ഇൻസ്പെക്ടർ കയറി പ്രേമിക്കുക. തന്റെ ഈ പുളിച്ച പ്രേമം കാരണം അല്ലടോ ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അവന്റെ അമ്മയുടെ സ്പെഷ്യൽ സ്ക്വാഡ്
കത്തി, വെടിയുണ്ട, ഇപ്പൊ ഇതാ ബോംബും. എന്റെ അനർത്ഥത്തിനാ ദൈവം തന്നെ ഈ ഭൂമിയിലോട്ട് അയച്ചത്. എടോ, സാധാരണക്കാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചാലൊന്നും ഭാരതരത്ന കിട്ടില്ല. ഞാൻ പോലീസിൽ ചേർന്നതേ ഭാരതരത്നം വേണ്ടിയല്ല, അന്തസ്സായിട്ട് ഡ്യൂട്ടി ചെയ്യാനാ. ഓ, ചെയ്യേ. ഒരു ദിവസം എല്ലാവരെയും ഞാൻ അകത്താക്കും. എന്റെ പടം പത്രത്തിൽ കാണുമ്പോ സാറ് ഞെട്ടും. പടം പത്രത്തിൽ വരുമ്പോ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചാൽ മതി, ഞാൻ ഞെട്ടിക്കോളാം. ഓ, ഫോൺ നമ്പർ അറിയാലോ? അറിയാം. കുറ്റവാളികൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടെന്നാണ് ID റിപ്പോർട്ട്. മാരകായുധങ്ങളുമായി പോലീസിനെ പോലും നേരിടുന്ന ഇവരുടെ ഉദ്ദേശം ഊഹിക്കാവുന്നതാണ്. രാജ്യത്ത് മറ്റൊരു സ്ഫോടനമോ അത്യാഹിതമോ സംഭവിക്കുന്നതിന് മുമ്പ് ഈ സംഘത്തെ കീഴ്പ്പെടുത്തിയേ പറ്റൂ. സൂക്ഷിച്ച് കരുതലോടെ വേണം പ്രവർത്തിക്കാൻ. നാളെ പുലർച്ചെ 4 മണിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടണം. എന്തിനേയും നേരിടാൻ തയ്യാറായി തന്നെ. മിസ്റ്റർ ജെയിംസ് സർ, ഒരു ഭീരു ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കും. ധീരൻ ഒറ്റ മരണമേ ഉള്ളൂ. ഡോണ്ട് ബി എ ജോക്കർ ഇൻ ദ പാക്ക്. നാളെ നിങ്ങളായിരിക്കും സ്ക്വാഡിനെ നയിക്കുന്നത്. ഞാനോ? അതെ. ഇനിയും ഭീരുത്വം കാണിച്ചാൽ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഓർത്തോളൂ. മിസ്റ്റർ ജെയിംസ്, DIG പറഞ്ഞ് മറക്കണ്ട. ഡോണ്ട് ബി എ ജോക്കർ ഇൻ ദ പാക്ക്. ശ്രീധരൻ ഒരു ചീത്ത സമയമായിരുന്നു എന്ന് വിചാരിച്ചാ മതി. നല്ല സമയം പറയൂ സാർ. ഈ മുറിവ് കാരണം കണ്ടവന്റെ വെടികൊണ്ട് ചാകാതെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. നല്ല സമയം പറയൂ സാർ. ഈ മുറിവ് കാരണം കണ്ടവന്റെ വെടികൊണ്ട് ചാകാതെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. Come on, move.
ഇങ്ങോട്ട് ഇറങ്ങി വാടോ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? ഓഹോ, ഫുൾ ഫിറ്റ് ആണല്ലേ? താൻ മന്ത്രിയുടെ ആളാണെന്ന് കരുതി കള്ളു കുടിച്ചോണ്ട് വണ്ടി ഓടിക്കാമോടോ? അയ്യോ സാറേ, ഞാൻ കുടിച്ചിട്ടില്ല. വണ്ടി ഓടിച്ച് വളവ് കൊണ്ട് തിരിഞ്ഞു വന്നപ്പോ പെട്ടെന്ന് കണ്ണിലോട്ട് ഇരുട്ട് കയറി പോലെ തോന്നി. ഇരുട്ടാണോ വെളിച്ചാണോ എന്നുള്ളത് രക്തം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. എന്റെ പൊന്നു സാറേ, കേസ് ചാർജ് ചെയ്യരുത്. എന്റെ ജോലി പോവും. സാർ എന്നെ രക്ഷിക്കണം. പരിക്കേറ്റ ആളിന് വളരെ സീരിയസ് ആണ്. ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടി. അയ്യോ സാറോ? സാറിന് എന്നാ പറ്റി? ഞാൻ ചെറിയൊരു അപകടം. നിങ്ങള്? എന്റെ വണ്ടി ഒന്ന് തട്ടി, അതിന് കൊണ്ടുവന്നിരിക്കുക. ആൽക്കോളിക് ടെസ്റ്റർ, പെട്ടെന്ന് വേണം. ഇരിക്കൂ. വാർഡിൽ ചെന്നപ്പോ സാർ ലാബിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് സാർ? സാർ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്കൊന്നും ഓർമ്മയില്ല എന്റെ നന്ദു, എന്നോടൊന്നും ചോദിക്കരുത്. സാർ, ഞാൻ റൂമിലേക്ക് വരാം. അപ്പൊ താൻ എന്നെ കാണാൻ വന്നതല്ല. എടോ, വണ്ടി വിട്. അയ്യോ, ഞാൻ ദിവസം ഇവിടെ അന്വേഷിച്ചിരുന്നു. ശ്രുതി ഇന്നാണോ ഡ്യൂട്ടിയിൽ? ഡ്യൂട്ടിയിലല്ല, കുറെ ദിവസമായി വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. തട്ടിക്കൊണ്ട് പോയവളല്ലേ, നാണക്കേടോർത്ത്. സിസ്റ്ററെ, അത് ഇൻസ്പെക്ടർ ജെയിംസ് സാറിന്റെ രക്തമല്ലേ? അതെ, പുള്ളിക്ക് എങ്ങനെ അപകടം ഉണ്ടായത്? മോട്ടോർ ആക്സിഡന്റാ. ഓ, സിസ്റ്ററെ, ഞാൻ പൊക്കോട്ടെ? ശരി. എന്താ? അല്ല, ആ കോൺസ്റ്റബിൾ വരണം. ഇവിടെ എന്റെ മന്ത്രിയുടെ മോളുണ്ടല്ലോ, ഡോക്ടർ, വിളിക്കാൻ അയച്ചതാ.